നമ്മ കേരളം വിട്ട് കഴിഞ്ഞാൽ കാണുന്ന നോർമലായിട്ടുള്ള കാഴ്ചയാണിത്. ഈ തല്ല് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന 2 ഉണ്ണികളെ പിടിച്ച് മാറ്റി ആ തള്ളമാർക്ക് അവിടെ കയറിയിരിക്കാനാ. തള്ളമാർക്കാണെങ്കിൽ 2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകേണ്ട തള്ളമാരാ. എന്നിട്ടാണ് ഇവരുടെ ഭാഷ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. നമ്മൾ പോണത് ആന്ധ്രയിൽ കൂടെയാണ്. നമ്മൾ ആന്ധ്രയിൽ വന്നതിൻ്റെ ഉദ്ദേശം 2 സ്പോട്ട് കവർ ചെയ്യാനാണ്. ഒന്ന് ബേലൻ കേവ്സും പിന്നെ കെണ്ടിക്കോട്ടയും. കേരളത്തിൽ നിന്ന് നമുക്ക് എല്ലാ ദിവസവും ആന്ധ്രയ്ക്ക് ട്രെയിൻ ഉണ്ട്. അപ്പം നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് വൈകിട്ട് 4:50 ട്രെയിൻ കയറിയത്. 15 മണിക്കൂറിൻ്റെ ജനയാത്രയായിരുന്നു. എനിക്കൊരു 145 രൂപ ആയുള്ളൂ തടിപ്പത്തിൽ എത്താൻ തന്നെ. തടിപ്പത്തിൽ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ഷെയർ ടാക്സി കിട്ടും. ഒരു 20 രൂപ ഉള്ളൂ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ തന്നെ. ബസ് സ്റ്റാൻഡിനാണെങ്കിൽ എപ്പോഴും ബേലൻ കേവ്സിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. ബേലൻ കേവ്സ് എന്ന് പറഞ്ഞാൽ 1600 വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാവതി എന്ന നദി ഭൂമിയുടെ അടിയിൽ ഒഴുകിയുണ്ടായ ഒരു യൂണിവേഴ്സാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ഗുഹയാണ്. ഏകദേശം 1.5 കിലോമീറ്ററാണ് നമുക്ക് ബേലൻ കേവ്സ് നടക്കാനുള്ളത്. ഈ സ്ഥലത്തിൻ്റെ മെയിൻ പ്രത്യേകത തന്നെ നമ്മൾ നേരിട്ട് ഒന്ന് കാണുന്ന സ്ഥലമാണ്. പല സംഭവങ്ങളും നമുക്ക് വണ്ടറടിപ്പിക്കാനുള്ള സംഭവങ്ങളാണ്. ഇവൻ ഈ നടക്കണം നോക്കണ്ട, ഇവൻ വീഡിയോ എടുക്കണ കാരണം അഭിനയിച്ച് നടക്കണം. പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ആന്ധ്രയിലെ ചൂട്. ആന്ധ്രയിലെ ചൂട് 40-41 ഡിഗ്രിയാണ്. നമുക്ക് ഉച്ചയ്ക്ക് വന്ന് കാണാൻ പറ്റുന്ന ആകെ ഒരു സ്പോട്ടുള്ളൂ ബേലൻ കേവ്. സോ എല്ലാവരും വന്ന് എക്സ്പ്ലോർ ആക്കി അഭിപ്രായം പറയാം.